2 കൊരിന്തോസ് 11:14 അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. ഈ വചനം എങ്ങനെ ഉള്ളിൽ കിടക്കട്ടെ. നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്? നമ്മളിങ്ങനെ ഒരാളെ കാണുമ്പം അയാളുടെ സംസാരം, അയാൾ ഈശോയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ചങ്ങ് ജ്വലിക്കും. അല്ലെങ്കിൽ അയാൾ സംസാരിക്കുമ്പോൾ സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു. ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ശൂന്യതയിൽ പൊങ്ങി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് ഇയാൾ ദൈവത്തിൻ്റെ ആണെന്ന് ഉറപ്പുണ്ടോ? ഒരു കാരണവശാലും നമ്മളെ ഈ വരങ്ങൾ, ഒരാളിലുള്ള വരങ്ങൾ നമ്മളെ പുള്ളിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ പാടില്ല. ഉറപ്പായിട്ടും ഈശോ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഒരുപാട് ആൾക്കാരെ നിറയ്ക്കാറുണ്ട്. വരങ്ങളും ദാനങ്ങളും ഫലങ്ങളെല്ലാം ശക്തമായിട്ട് ആൾക്കാർ വെളിപ്പെടാറുണ്ട്. പക്ഷേ നമ്മളൊരു കാരണവശാലും ഒരാളിൽ ഫലമുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഫലമുണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമുണ്ടോ നോക്കണം. അയാൾ വിട്ടുകൊടുത്ത് സ്നേഹിക്കുന്നുണ്ടോ? അയാൾ ശക്തമായിട്ട് എഴുതപ്പെടുന്നുണ്ടോ? അയാൾ അതുപോലെ തമ്പുരാനെ ഈശോയെ പോലെ ജീവിക്കുന്ന ഒരാളാണോ? ഇത് ആണ് നോക്കേണ്ടത്. കാരണം വരങ്ങൾ കിട്ടാം, ആൾക്കാർക്ക് വരങ്ങളൊക്കെ കിട്ടാം. പക്ഷേ നമ്മളിങ്ങനെ വരങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ വഴിതെറ്റാൻ പാടില്ല. ഫലങ്ങളുണ്ടോ നോക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ഫലങ്ങൾക്ക് വേണ്ടി കൂടുതൽ ആഗ്രഹിക്കണം. ഫലങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാനായിട്ട് ആഗ്രഹിക്കണം. വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കണം. വരങ്ങൾ എന്തിനുവേണ്ടി വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്? അത് സഭയെ പണിത് ഉയർത്താൻ വേണ്ടിയാണ്. സഭയെ പണിത് ഉയർത്താൻ, ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിത് ഉയർത്താൻ വേണ്ടിയാണ് നമ്മൾ വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കേണ്ടത്. പക്ഷേ ഫലങ്ങൾ ആണ് നമുക്ക് വേണ്ടത്. ഫലങ്ങൾ നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകും. വരങ്ങളുണ്ടെന്ന് സ്വർഗത്തിൽ പോകണമെന്നില്ല, പക്ഷെ ഫലങ്ങൾ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. പണ്ടൊരു വിശുദ്ധൻ ഇങ്ങനെ നടക്കുന്ന വഴിക്ക് ആൾക്കാർ വന്ന് പറഞ്ഞു, ഓടി അവിടെ ചാപ്പലിൽ ഈശോയുടെ ശരീരം, അപ്പം ഈശോയുടെ ശരീരമായിട്ട് മാറി, വന്ന് കാണാൻ പറഞ്ഞു. വിശുദ്ധൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ കാണുന്നില്ല. ഞാൻ അവിടെ വന്നത് കാണുന്നത് കൊണ്ട് എൻ്റെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കുന്നൊന്നുമില്ല. എനിക്കറിയാം അപ്പം ഈശോയുടെ ശരീരമായിട്ട് മാറാം, അത് ഈശോയുടെ ശരീരമാണ്, അതെനിക്കറിയാം. ഞാനവിടെ കാണാതിരിക്കുന്നത് കൊണ്ട് എൻ്റെ വിശ്വാസം കുറയുന്നുമില്ല. പിന്നെ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചു. നമ്മുടെ വിശ്വാസം ഒരിക്കലും ഇങ്ങനെ ഈ അത്ഭുതങ്ങളിൽ നോക്കിയിട്ടുള്ള വിശ്വാസമാകരുത്. അത്ഭുതങ്ങൾ നോക്കിയല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ ഈശോയെ നോക്കി വിശ്വസിക്കണം. ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അത്ഭുതങ്ങൾ നോക്കിയല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ഈശോയെ നോക്കി വിശ്വസിക്കുക. വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ കർത്താവിനെ ഇങ്ങനെ അത്ഭുതങ്ങളൊന്നും കാണാതെ തന്നെ ഈശോയെ ഓരോ ഉമ്മയിൽ വിശ്വസിക്കാൻ നമുക്ക് പറ്റട്ടെ. നമ്മളൊരു മനുഷ്യനെ വിശ്വസിക്കുന്നതിന് മുമ്പ് അയാളിൽ ഫലങ്ങളുണ്ടോ നമുക്ക് നോക്കാൻ പറ്റട്ടെ. ഫലങ്ങളുണ്ടോ? ഈ വരങ്ങൾ ഒരിക്കലും നമ്മളെ ഇങ്ങനെ എക്സൈറ്റ് ചെയ്യിക്കാതിരിക്കട്ടെ. ചിലപ്പോൾ അങ്ങനെ എക്സൈറ്റ് ചെയ്യുമ്പോഴേ അത് ചിലപ്പോൾ നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകാം. കാരണം 2 കൊരിന്തോസ് 11:14 അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. ആമേൻ.